നമസ്കാരം. യോഗസൂത്രത്തോടൊപ്പം നമുക്ക് ചില ആസനങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും കൂടി പരിശോധിക്കാം. എൻ്റെ പിറകിലൊരു ചിത്രം കാണാം. അത് പാദഹസ്താസനം, സൂര്യനമസ്കാരത്തിലെ മൂന്നാമത്തെ ആസനമാണ്. ഒരു എക്സ്പേർട്ട് ഗൈഡൻസിൻ്റെ സഹായത്തോട് മാത്രമേ ഇത്തരം ആസനങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ചിത്രം നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും, ഈ ഒരു ആസനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ടോൺ ചെയ്യപ്പെടും. പാദം, അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുക, കാഫ് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, ഈ ഭാഗത്തെ സ്ട്രെച്ചിങ് കൃത്യമായി ചെയ്താൽ ഒരു കാരണവശാലും വെരിക്കോസ് വെയിൻ വരില്ല. അത് കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയാൽ അരക്കെട്ട്, ബട്ടക്ക്, ഈ ഭാഗങ്ങൾ മൊത്തം ടോൺ ചെയ്യുകയാണ്. അവിടുന്ന് മുകളിലോട്ട് നമ്മുടെ ഉദരാശയത്തിലേക്ക് വന്നാൽ ചെറുകുടൽ, വൻകുടൽ, ആമാശയം, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ഇതിനൊക്കെ മസാജ് ചെയ്ത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തന സജ്ജമാക്കും. അതോടൊപ്പം മലബന്ധം ഉണ്ടാകില്ല. സ്ത്രീകളിലാണെങ്കിൽ ഗർഭാശയം, അണ്ഡാശയം, ഇതിനൊക്കെ ടോൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ മെൻസ്ട്രുവൽ പ്രോബ്ലവും, ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. അവിടുന്ന് നമ്മുടെ ഔരസാശയത്തിലേക്ക് വന്നാൽ തൊറാസിക് റീജിയണിൽ ഹാർട്ട്, ലങ്സ്, ഇതൊക്കെ ടോൺ ചെയ്യപ്പെടുകയാണ്. നേരെ പിറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നടുഭാഗം, സുഷുമ്ന മൊത്തം ടോൺ ചെയ്ത് അവിടെയുള്ള പ്രാണപ്രസരണങ്ങളൊക്കെ മെച്ചപ്പെടുത്തി അവരുടെ ഡിസ്കുകൾ ഉൾപ്പെടെ എല്ലാം ടോൺ ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് കഴുത്തിലേക്ക് വരുമ്പോൾ കഴുത്തിൻ്റെ സ്ട്രെച്ചിങ്, അവിടെയുള്ള തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ് തലയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും എന്ന് പറയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തെയും ടോൺ ചെയ്യുന്ന ഒരു ആസനമാണ് പാദഹസ്താസനം. തലച്ചോറിലേക്ക് ആവശ്യമായ രക്തമെത്തുന്നു, അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, ഓർമ്മ കൂട്ടുന്നു, ഉറക്കക്കുറവ് പരിഹരിക്കുന്നു. കൈയുടെ സ്ട്രെച്ചിങ് അവിടെ നടക്കുന്നത് കാണാം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചക്രങ്ങൾ പിന്നീട് പറയാം, എല്ലാ ചക്രങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആസനം കൂടിയാണിത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രാണനാണ് അപാനവായു. അപാനവായു എന്ന് പറഞ്ഞാൽ നാഭി മുതൽ താഴെ പെരീനിയം വരെയുള്ള ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വായുവാണ്, പ്രാണനാണ്. അതിൻ്റെ പ്രസരണമൊക്കെ മെച്ചപ്പെടുത്തി ദഹനമൊക്കെ പ്രൊമോട്ട് ചെയ്ത്, അതേപോലെ തന്നെ നമുക്കൊരു നല്ല സ്പിരിച്വൽ അവേക്കനിങ്ങിന് ഏറ്റവും നല്ലതാണ്. ആധ്യാത്മികമായി നമ്മുടെ ഒരു എലിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ല ആസനമാണ് പാദഹസ്താസനം. ഇത് കൃത്യമായ ഒരു 21 ദിവസം നല്ല ഗൈഡൻസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധം എല്ലാ രോഗങ്ങളും ഈ പാദഹസ്താസനം കൊണ്ട് തന്നെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും. മനസ്സിനെ നമ്മൾക്ക് ശാന്തമാക്കും. മനസ്സിലാണ് രോഗങ്ങളുടെ എല്ലാം വേര്, മനസ്സിലാണ്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുന്നതിന് പോലും ഈ ആസനം സഹായിക്കും. എല്ലാവരും ഇത് ശരിയായി പഠിച്ച്, നമ്മുടെ ശരീരഘടന കൂടി പഠിച്ച്, ആസനത്തിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷനും കൂടി മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ആസനവും എല്ലാവർക്കും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ തിയറിയൊക്കെ പഠിച്ച് താല്പര്യമുള്ളവരൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ സൂര്യ നമസ്കാരം മൊത്തം പഠിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ആസനം തന്നെ വളരെ പ്രയോജനപ്പെടും. താങ്ക് യു.